വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള അവസാന ഫ്രണ്ട്ലി മത്സരത്തിനൊരുങ്ങുകയാണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന. ഇത്തവണ അർജന്റീനയുടെ എതിരാളികൾ ഐസ്ലാൻഡാണ്. ഐസ്ലാൻഡുമായി അർജന്റീന അവസാനം കൊമ്പ് കോർത്തത് 2018 റഷ്യൻ വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലായിരുന്നു. അന്ന് അർജന്റീനയെ സമനിലയിൽ കളക്കാൻ ഐസ്ലാൻഡിന് സാധിച്ചിരുന്നു. ഇന്നിതാ അർജന്റീന വേൾഡ് കപ്പിന് മുന്നോടിയായി വീണ്ടും ഐസ്ലാൻഡിനെതിരെ ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ, അതായത് ബുധനാഴ്ച പുലർച്ചെ 6:30 മത്സരം നടക്കുന്നത്. ഏറെ സന്തോഷകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ സൂപ്പർ താരമായ ലിയോ മെസ്സി നാളെ കളിച്ചേക്കും. സ്കലോണി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ ലിയോ എത്ര നേരം കളിക്കുമെന്നും എത്ര മിനിറ്റുകൾ കളിക്കുമെന്നും ആലോചിക്കേണ്ടതാണെന്നും മെസ്സിയോട് അതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ടതാണെന്നും സ്കലോണി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഹോണ്ട്രസിനെതിരായുള്ള പോരാട്ടത്തിൽ നിന്ന് വലിയ മാറ്റങ്ങൾ വരുത്തിയായിരിക്കും സ്കലോണി ഇന്നത്തെ ടീമിനെ ഇറക്കുക. നമുക്ക് സ്കലോണി ഇറക്കാൻ പോകുന്ന സാധ്യത 11 നോക്കാം. ഗോൾ കീപ്പറായിക്കൊണ്ട് ജെർണിമോ റൂളി ആയിരിക്കും. സൂപ്പർ താരമായ എമിലിയാനോ മാർട്ടിനസ് പരിക്ക് ഭേദമാകാതെ ഈ മത്സരത്തിന് ഇറങ്ങിയേക്കില്ല. വേൾഡ് കപ്പിൻ്റെ ആദ്യ മത്സരത്തിൽ അദ്ദേഹം സജ്ജമാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തവണ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഗോൺസലോ മോണ്ടിയൽ, സെൻട്രൽ ബാക്കുമാരായി ക്രിസ്റ്റ്യാനോ റൊമേറോയും നിക്കോളാസ് ഒട്ടാമെൻഡിയും. ഇത്തവണ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നിക്കോ ഗോൺസലസിന് സ്കലോണികൾക്കറിയാം അറ്റാക്കിംഗ് തേർഡിലും മികവ് കാട്ടാൻ ശേഷിയുള്ള താരമാണ് നിക്കോ ഗോൺസലസ്. മധ്യനിരയിൽ സെൻട്രൽ മിഡ്ഫീൽഡർമാരായി എൻസോ ഫെർണാണ്ടസും അലക്സിസ് മാക്കലിസ്റ്ററുമായിരിക്കും. പിന്നെ വിങ്ങുകളിൽ ഡിപ്പോളും തിയാഗോ അൽമേഡയും. ഒരു AMF സെക്കൻഡ് സ്ട്രൈക്കർ ആയിക്കൊണ്ട് ലിയണൽ മെസ്സിയും. മുന്നേറ്റ നിരയിൽ സ്ട്രൈക്കർ ആയിക്കൊണ്ട് ലൗതറോ മാർട്ടിനസുമായിരിക്കും ഉണ്ടാവുക. ഇന്നത്തെ അർജന്റീന ഐസ്ലാൻഡ് പോരാട്ടത്തിൽ ആരായിരിക്കും വിജയിക്കുക? ഐസ്ലാൻഡ് അർജന്റീനയ്ക്ക് വെല്ലുവിളി ഉയർത്തുമോ? ഏതായാലും കാത്തിരുന്നു കാണാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം.